ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. സോ ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ടർക്കിഷ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇസ്താംബുൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഹലാൽ മീറ്റൊക്കെ വെക്കുന്നത്. സോ ഇവിടെ കുറേ ടർക്കിഷ് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഞങ്ങൾ വീട്ടിനടുത്തുള്ളതിലാണ് ഞങ്ങളിപ്പോൾ പോണത്. സോ ആ ടർക്കിഷ് ഷോപ്പിനുള്ളിൽ കുറച്ച് കാര്യങ്ങളും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മീറ്റ് മേടിച്ചിട്ട് ഞങ്ങളൊരു പുതിയ ഗ്രില്ല് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രില്ലിൽ നമുക്ക് സ്ക്യൂവേഴ്സ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുക, പിന്നെ അതേപോലെ ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ 2-3 ടൈപ്പിൽ നമുക്കതിൽ ഗ്രിൽ ചെയ്യാൻ പറ്റും. സോ അതും ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ് യു ലൈക്ക് മൈ വ്ളോഗ്. ഡു എൻജോയ്, കീപ് വാച്ചിങ്. സോ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞാൻ മട്ടൺ പീസസും മലായ് ടിക്കയ്ക്ക് വേണ്ടി ചിക്കൻ ബ്രസ്റ്റ് പീസും ഇത് രണ്ടും മാരിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് മട്ടൺ പീസസ്. അത് ജസ്റ്റ് ബേസിക് മാരിനേഷൻ, സോൾട്ട് ആൻഡ് പെപ്പർ, വേറെ ഒന്നുമില്ല അതിൽ. പിന്നെ അതേപോലെ തന്നെ മലായ് ടിക്കയ്ക്കും ഞാൻ ആദ്യം തന്നെ സോൾട്ടും പെപ്പർ ഇട്ട് വെച്ച് ഒരു 1 hour കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനിപ്പോൾ ഒരു ഈവനിങ് വരെയും ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതിപ്പോൾ 3 to 4 hours ആണെങ്കിലും കുഴപ്പമില്ല, ഒരു 1 hour ആണെങ്കിൽ പ്രശ്നമില്ല.
അത് ഇൻഗ്രീഡിയൻസും ശരിക്കും ചിക്കനിൽ പിടിച്ചാൽ മതി. ഇത് അന്ന് രാത്രി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെയാണ് മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെച്ചതും ഈ പറഞ്ഞ മലായി ടിക്കയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ മേടിച്ച പുതിയ ഗ്രില്ല്. ഇതിൽ നമുക്ക് ഫുൾ ചിക്കൻ വെക്കാം, പിന്നെ സ്ക്യൂവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കബാബോ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ടിക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഈവൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ലെഗും തായും ഡീബോൺ ചെയ്ത പീസസ് കിട്ടും നമുക്ക് ചിക്കൻ്റെ. ആൻഡ് അത് 1 by 1 സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഷവർമ പോലെ അല്ലെങ്കിൽ ഡോണർ കട്ട് ചെയ്യണമൊക്കെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു മൾട്ടി പർപ്പസ് കൈൻഡ് ഓഫ് ഗ്രില്ലാണിത്. സോ ഇതിനെ പറ്റിയിട്ട് ഞാൻ ലാസ്റ്റ് എൻ്റെ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ബോക്സൊക്കെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൈസും എല്ലാം. സോ നിങ്ങൾ അത് നോക്കാം നിങ്ങൾക്ക് ഈ സംഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിന് നല്ലോണം ചൂടും വരും. പിന്നെ ഇതിനിങ്ങനെ ക്ലോസ് ചെയ്യണ ടൈപ്പ് അല്ല, ക്ലോസ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഇതാണ് മേടിച്ചത്. സോ അതുകൊണ്ടാണ് ഞാൻ വിൻഡോസൊക്കെ തുറന്നിട്ടത്. കാരണം ഭയങ്കര ഹീറ്റ് ഉണ്ടായിരുന്നു കിച്ചണിൽ. ആൻഡ് പിന്നെ അധികം സ്മോക്കും ഇതൊന്നും വരണ്ടെന്ന് ഓർത്തിട്ട് ഓൾറെഡി ഞാൻ വിൻഡോസ് തുറന്ന് വെച്ച് ഗ്രിൽ ചെയ്യണ സമയത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലോണം മീറ്റ് കുക്കായിട്ടുണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഈ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലോണം കുക്കാകാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 45 to 50 minutes എടുക്കും, മേ ബി മോർ ദാൻ ദാറ്റ്. അപ്പോൾ എന്താ പറയുക, ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ആൻഡ് നല്ലതായിരുന്നു. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മലായി ടിക്ക വെക്കാൻ. സോ ഞാനിപ്പോൾ അതിനി അടുത്ത് വെക്കും.
അങ്ങനെ മലായി ടിക്കയും റെഡി ആവുന്നുണ്ടായിരുന്നു. ഞാനിതിലൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം പീസസ് സ്റ്റാക്ക് ചെയ്ത് അപ്പോൾ കുറച്ചും കൂടി ടൈം എടുത്ത് പിന്നെ നമ്മൾ കുറേയും കൂടി നോക്കേണ്ടി വന്ന് എല്ലാം പീസസ് കുക്ക്ഡ് ആയിരുന്നു. പക്ഷേ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് വേഗം കുക്കാവും ഇത്. ബട്ട് ബെറ്റർ സ്ക്യൂവറിൽ അധികം പീസസ് സ്റ്റാക്ക് ചെയ്യാതിരിക്കുക. ബട്ട് ദ ഹോൾ മീൽ വാസ് സൂപ്പർ ഡെലിഷ്യസ്. അൽഹംദുലില്ലാഹ്. ഇത് വേറെ ദിവസം ഞങ്ങൾ ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ട്വൈൻസൊക്കെ കെട്ടി ചിക്കൻ അങ്ങനെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ബട്ട് അത് അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ടു ഗുഡ്. അപ്പോൾ ഈ ഗ്രില്ല് ഉപയോഗിച്ച് ഞങ്ങൾ കുക്ക് ചെയ്ത ഫുഡൊക്കെയാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രാൻഡാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ക്ലാട്രോണിക് എന്നൊരു ബ്രാൻഡാണ്. ആൻഡ് ഇതിവിടെ ജർമ്മനിയിൽ അവൈലബിൾ ആണ്. എനിക്കറിയില്ല ഇത് വേറെ സ്ഥലത്തൊക്കെ അവൈലബിൾ ആയിരിക്കുമെന്ന്. ഇത് ഞങ്ങൾ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനാണ്, അങ്ങനെയൊന്നുമല്ല. ഇത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചതാണിത്. ഇതിൻ്റെ പ്രൈസ് വന്നത് €47.95. ഇതാണ് സംഭവം, ഡോന വെർട്ടിക്കൽ മൾട്ടി ഗ്രിൽ. അപ്പോൾ സോറി, ഞാൻ നേരത്തെ മൾട്ടി പർപ്പസ് ഗ്രിൽ എന്ന് പറഞ്ഞു, ഇറ്റ്സ് മൾട്ടി ഗ്രിൽ. സോ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അൺടിൽ നെക്സ്റ്റ് വ്ളോഗ്. അസ്സലാമു അലൈക്കും.